നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കം. സോൾഡാറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവലിന് കോഴിക്കോട് ടൗൺ ഹാൾ തുടക്കം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. ജില്ലാ സെക്രട്ടറി PP സുധാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള ഗസ്റ്റേഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ 33ാം ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ നടന്നു. KGOA ജില്ലാ സെക്രട്ടറി PP സുധാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KGOA സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് AV ചന്ദ്രൻ, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം AV രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയയിൽ നിന്നും നിരവധി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. 4-5 ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിൽ 5-ന് രാവിലെ 9 മണിക്ക് പതാക ഉയർത്തും. തുടർന്ന് 10:30 വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. KSRTCയെ സംരക്ഷിക്കുക, ആദായനികുതി പരിധി ഉയർത്തുക, സഹകരണ മേഖലയെ തകർക്കുന്ന നടപടികളിൽ നിന്നും പിന്തിരിയുക, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, അന്യായമായ സ്ഥലമാറ്റങ്ങൾ റദ്ദാക്കുക, സ്ഥലമാറ്റ മാനദണ്ഡങ്ങൾ പാലിക്കുക, വനിതാ സംവരണ ബിൽ നിയമമാക്കുക, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസനം മുരടിപ്പിക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക, എൻജോപോർട്ടൽ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. സോൾഡാറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവലിന് കോഴിക്കോട് ടൗൺ ഹാളിൽ തുടക്കമായി. ഫെസ്റ്റിവൽ ഈ മാസം 6 വരെ നീണ്ടുനിൽക്കും. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവൽ ടൗൺ ഹാളിൽ ആരംഭിച്ചു. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോ ഉൾപ്പെടെ മത്സര വിഭാഗത്തിൽ 50ഓളം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8 ഫീച്ചർ ഫിലിമുകൾ, 10 ഡോക്യുമെന്ററി ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ദേശീയ പുരസ്കാരം നേടിയ ഹൻസൻ മാത്യുയുടെ ഷാഹിദ്, മിക്കയേൽ ഹനേക്കിന്റെ ഫ്രഞ്ച് ചിത്രം ക്യാഷ്, ഡേവിഡ് ബോണ്ടിന്റെ ഇറേസിംഗ് ഡേവിഡ് എന്നീ സിനിമകൾ പ്രമേയ ചിത്രങ്ങളായി പ്രദർശിപ്പിക്കും. സമകാലിക വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കൊളാഷ് വിഭാഗത്തിൽ 3 ഫീച്ചർ ഫിലിമുകൾ ഉൾപ്പെടെ 9 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഈ മാസം 4 മുതൽ 6 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. If you are praying and somebody fires at you, you are arrested and slapped with the case of that. ബൈക്ക് അപകടത്തിൽ മരിച്ച മകന്റെ അവയവങ്ങൾ ദാനം ചെയ്ത് ഒരു അമ്മ. 2 മക്കളെ അപകടത്തിൽ നഷ്ടപ്പെട്ട അമ്മയുടെ മനക്കരുത്തിൽ 3 പേർക്കാണ് ജീവിതം ലഭിച്ചത്. ഉടുമ്പ്ര കരിവള്ളി വീട്ടിൽ റെജിനയുടെ മനക്കരുത്തിൽ 3 പേർക്കാണ് ജീവിതം ലഭിച്ചത്. ഒരു നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി റെജിനയുടെ മക്കളായ സന്ദീപും സച്ചിനും വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച വയനാട്ടിൽ വെച്ച് നടന്ന വാഹനാപകടത്തിലായിരുന്നു ഇരുവരുടെയും ദാരുണമായ അന്ത്യം. മരണപ്പെട്ട സച്ചിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അമ്മ അനുമതി നൽകുകയായിരുന്നു. ഇതോടെ സച്ചിന്റെ 2 വൃക്കകളും കരളും ദാനം ചെയ്തു. റെജിന എന്ന അമ്മയുടെ നല്ല മനസ്സിൽ 3 പേർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും. ശുദ്ധം സുന്ദരം നമ്മുടെ കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് മോഡൽ സ്കൂളിലെ കിണർ ശുചീകരിച്ചു. കലിക്കറ്റ് യൂത്ത് ഇനീഷ്യേറ്റീവിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത്. ശുദ്ധം സുന്ദരം നമ്മുടെ കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കിണറുകളും കുടിവെള്ള ടാങ്ക് ശുചീകരണവും കാലിക്കറ്റ് യൂത്ത് ഇനീഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ നടന്നു. പരിപാടി ജില്ലാ കളക്ടർ CL ലത ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂത്ത് ഇനീഷ്യേറ്റീവ് ചെയർപേഴ്സൺ വിദ്യാ ബാലകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അശോക് കുമാർ, സത്യനാഥ് വാര്യർ, സുനിത, അശ്വതി, നിമ്മി, ലിനീഷ്, സബീഷ് തുടങ്ങിയവർ ശുചീകരണത്തിൽ നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ശുദ്ധം സുന്ദരം നമ്മുടെ കോഴിക്കോട് എന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. ഇവിടെ സ്കൂളുകളുടെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ സ്കൂൾ PTA ആണെങ്കിലും ജില്ലാ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വരും നാളുകളിലും ഇത്തരം പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള തീരുമാനത്തോടു കൂടിയാണ് ഇതിന്റെ ഭാരവാഹികൾ ഇന്ന് മുന്നോട്ട് കടന്നു വരുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത്. ഋഷിപുരം കലാക്ഷേത്രത്തിന്റെ വിദ്യാർത്ഥികൾക്കായി ഏകദിന കലാശില്പശാല സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ കവിത അരുണാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. ഗോവിന്ദപുരം ഋഷിപുരം റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് നൃത്തം, സംഗീതം, ചിത്രരചന, വയലിൻ എന്നീ വിഭാഗങ്ങളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഋഷിപുരം റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശംഭു നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൌൺസിലർ കവിത അരുൺ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലുടനീളം പ്രശസ്തനായ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ മകനാണ് നമുക്കിന്ന് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത്. സംഗീതത്തിന്റെ തന്നെ എല്ലാ ചെറിയ
ഓളങ്ങളും തീരങ്ങളും എല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് അതെന്താണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് സംഗീതത്തെ അടുത്തറിയുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഈ ശില്പശാലയെ കാണുന്നത്. നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. ഇതുപോലെയുള്ള ശില്പശാല സത്യത്തിൽ അധികം ആളുകൾക്കൊന്നും ലഭിക്കാത്ത ഒരു കാര്യമാണ്. ഒരു ടീച്ചർ എടുത്തു പോയി സംഗീതം അഭ്യസിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നതെന്നും പൂർണ്ണമായും മനസ്സിലാക്കാതെ ടീച്ചർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി. പക്ഷെ ഇവിടെ അതിൽ വ്യത്യസ്തമായിട്ട് ആഴത്തിലുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്. സംഗീതം മാത്രമല്ല, ബാക്കി എല്ലാ നൃത്തമായാലും ചിത്രരചനയിലുമായാലും ഒരു ഡീപ്പായിട്ടുള്ള ക്ലാസ് ആണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അസോസിയേറ്റ് സെക്രട്ടറി ടി പി രാഘവൻ, വി ടി സുരേന്ദ്രൻ, ബാലകൃഷ്ണൻ, എം കെ ബാലൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പിന്നണി ഗായകൻ ദീപാങ്കുരൻ, കെ വിശ്വനാഥൻ, ടി എസ് അനിയൻ, സിഗ്നി ദേവാനന്ദൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. സാമൂതിരി കോളേജ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ 1ാം വാർഷിക കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മന്ത്രി എം കെ മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജുകളിലെ ക്യാമ്പസുകളിലേക്കോ സ്കൂൾ ക്യാമ്പസുകളിലേക്കോ കടക്കുമ്പോൾ അറിയാതെ തന്നെ വീണ്ടും നമ്മളൊരു യുവത്വം തിരിച്ചു കിട്ടിയ ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഞാൻ പഠിച്ച സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയപ്പോൾ എനിക്കത് പല സന്ദർഭങ്ങളിലും അനുഭവപ്പെട്ടു. അപ്പോൾ ആ സഹപാഠികളും ഒക്കെ ഒത്തുചേരുന്ന സമയത്ത് നമ്മൾ അറിയാതെ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു. നമുക്കൊരാഗ്രഹം വരും, പഴയ ആ ഡെസ്കും ബെഞ്ചും ഒക്കെ ഒന്ന് പിടിച്ചിട്ടത് അതിൽ പഴയ ആ ക്ലാസ് മുറിയിലേക്ക് അതേപോലെ കൂട്ടുകാരോടൊത്ത് ഇരിക്കാനുള്ളൊരു ഇഷ്ടമുണ്ടാകും. കണ്ണങ്കര പുനത്തിത്താഴം കാഴ്ച കലാ സാംസ്കാരിക വേദിയുടെ പൊതുവായനശാല ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. MMC ഹോസ്പിറ്റൽ ചെയർമാൻ വി അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണങ്കര പുനത്തിൽത്താഴം കാഴ്ച കലാ സാംസ്കാരിക വേദി ആൻഡ് പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. MMC ഹോസ്പിറ്റൽ ചെയർമാൻ വി അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ടി കെ സോമനാഥൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് കണിയാത്ത്, സുധി കായലത്ത്, PP സുധീർ, മുരളി കണിയാത്ത്, കെ സഹദേവൻ, TP കരുണ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. വായനയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ പുതിയ തലമുറ തൊട്ടു മുമ്പത്തെ തലമുറ, കുറച്ചു മുമ്പ് കാലത്തെ തലമുറയെ പോലെ വായനയിൽ നിന്നും അത്ര ആഹ്ലാദം വായനശാലകളിലോ ബുക്കുകളിലോ അല്ലെങ്കിൽ ഗ്രന്ഥാലയങ്ങളിലോ നിന്ന് ലഭിക്കുന്ന രീതിയിലുള്ള വായനാശീലമല്ല ഇന്നത്തെ അധിക കുട്ടികൾക്കുമുള്ളത്. പരിപാടിയോടനുബന്ധിച്ച് ചിത്രപ്രദർശനവും നടന്നു. കസവ് വളയനാടിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. വൈസ് പ്രസിഡന്റ് ഗോപി കാട്ടുശ്ശേരി അധ്യക്ഷതയിലായിരുന്നു പരിപാടി നടന്നു. വളയനാട് കലാസാംസ്കാരിക വേദി കസവിന്റെ വാർഷിക ജനറൽ ബോഡി ശ്രീദേവി കല്യാണ മണ്ഡപത്തിൽ നടന്നു. കസവ് വൈസ് പ്രസിഡന്റ് ഗോപി കാട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC സുന്ദരൻ, AV സിറാജ്, ബിന്ദു കാട്ടിശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഓർക്കസ്ട്ര നടന്നു. നവചേതന പാറപ്പുറത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. റിട്ടയർഡ് SP CM പ്രദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാറപ്പുറം നവചേതനയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. റിട്ടയർഡ് SP CM പ്രദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ കാണുന്ന കുട്ടികളിൽ ഒരൊറ്റ ആൺകുട്ടിയാണ്, ജെയിംസ് പറഞ്ഞതുപോലെ ഒറ്റ ആൺകുട്ടിയാണ്. ഇതിവിടെ മാത്രമല്ല, ഏത് സ്കൂളിൽ പോയാലും ഏത് കാര്യത്തിന് പോയാലും ഒരു കോളേജുകളിൽ പോയാൽ 80% പെൺകുട്ടികളാണ് പഠിക്കുന്നത്. നമ്മുടെ ആൺകുട്ടികൾക്ക് എന്ത് പറ്റുന്നു? ഞാൻ അടുത്ത കാലത്ത് ഒരു നമ്മുടെ ചിത്രരചനാ മത്സരത്തിലുള്ള ആ കുറെ കുട്ടികൾക്ക് സമ്മാനദാനം കൊടുക്കുന്നതിൽ ഞാൻ പതിക്കുമാറിന് പുറത്തേണ്ടായിരുന്നു, ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പറഞ്ഞാൽ ആ ചിത്രം വരച്ചതിൽ 90%
സമ്മാനം കിട്ടിയതിൽ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ഉയർന്നു വരുന്നതിൽ ഏറെ സന്തോഷമുള്ള ആളാണ് പെൺകുട്ടികൾ ഉയർന്നു വരുന്നത്. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ വ്യത്യസ്തമായി പെൺകുട്ടികൾക്ക് കൂടുതൽ എന്താ പറയുക, സമൂഹത്തിൽ സ്ഥാനവും വിലയും നൽകുന്ന സമൂഹമാണ്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന ജലഗുണനിലവാര പരിശോധനാ ക്യാമ്പിന് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ജില്ലാ കോർഡിനേറ്റർ പി ജാനകി നേതൃത്വം നൽകി. നവചേതന പ്രസിഡന്റ് ജെയിംസ് പി മാനുവൽ അധ്യക്ഷത വഹിച്ചു. പ്രമോദ്, കെ അജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മേലേപ്പാളയം എകർന്നപറമ്പ് ശ്രീ പച്ചനായിക്ക് മാരിയമ്മൻ ദേവീക്ഷേത്രത്തിൽ മഹാകുംഭ അഭിഷേകം നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. മേലേപ്പാളയം എകർന്നപറമ്പ് ശ്രീ പച്ചനായികി മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം നടന്നു. ഞായറാഴ്ച രാവിലെ യാഗശാല പൂജയും ഋഷഭലഗ്നത്തിൽ അഷ്ടബന്ധന മഹാകുംഭാഭിഷേകവും നടന്നു. തുടർന്ന് മഹാഭിഷേകവും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ജോസഫ് റോഡ് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കവി പി കെ ഗോപിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജോസഫ് റോഡ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കുടുംബ സംഗമം നടന്നു. നാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. കരഞ്ഞു ചൊന്നേൻ ഞാനന്ന് ഭാവി പൗരനോടിങ്ങനെ വിളിച്ചം ദുഃഖമാണ് നീ തമസ്സല്ലോ സുഖപ്രദം. തമസ് സുഖപ്രദമാണെന്നല്ല, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. വെളിച്ചം തന്നെയാണ് സുഖപ്രദം. പക്ഷെ ഇരുട്ട് തിന്നത് സമൂഹത്തിൽ സങ്കടങ്ങളുടെ വിരുദ്ധത്തിൽ പറഞ്ഞു പോയതാ. ഇതെല്ലാവർക്കും അറിയാം രണ്ടാമത്തെ വരി. പക്ഷെ ആദ്യത്തെ വരി അറിഞ്ഞൂടാ. കരഞ്ഞു ചൊന്നേൻ, മുതിർന്നവരാണ് കരയുന്നത്. ഞാനന്ന് ഭാവി പൗരനോടിങ്ങനെ. ഭാവിയിലെ പൗരൻ എന്ന് പറയുന്നത് കുട്ടികളാണ്. കുട്ടികളാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുക. കുട്ടികളോട് പറയുന്നത് വെളിച്ചം കൊടുത്തിക്കൊള്ളണമേ എന്നാണ്. ഈ വീട്ടിൽ ആണ്ടുപോകരുത്, ആണ്ടുപോകരുത്, ആണ്ടുപോകരുത് എന്നാണ്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് എം ടി പത്മയെ ആദരിച്ച ചടങ്ങിൽ കെ പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജീൻ മോസസ്, പി ദാമോദരൻ, വി പി അബ്ദുൾ റഹ്മാൻ, മണി ടി, വി പി എം റഹീം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. SYS സൗത്ത് സോൺ യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി യൗവനം നാടിനെ നിർമ്മിക്കുന്നു എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. കബീർ മാസ്റ്റർ എളേറ്റിൽ ക്ലാസിന് നേതൃത്വം നൽകി. SYS സൗത്ത് സോൺ യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി കിണാശ്ശേരി താജുൽ ഉലമ നഗറിൽ യൗവനം നാടിനെ നിർമ്മിക്കുന്നു എന്ന വിഷയത്തിൽ കബീർ മാസ്റ്റർ എളേറ്റിൽ ക്ലാസ് എടുത്തു. സമാപന ദിവസമായി ഇന്ന് കോൺഫറൻസിന്റെ ഭാഗമായി പൊതുസമ്മേളനം മാങ്കാവ് ഗ്രൗണ്ടിൽ നടന്നു. സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഹാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിഹാര പ്രവർത്തനങ്ങളിലെ മൂന്നാമത്തെ കാര്യം ആത്മീയ പ്രവർത്തനങ്ങൾ. ആത്മീയ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും പ്രഭാഷണത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും ഒക്കെ മേഖലയിൽ നമ്മൾ സജീവമാകും. അങ്ങനെ സജീവമാകുന്ന സമയത്ത് ഒരേ സമയം അത് SYSകാരനും ഗുണപ്രദമാണ്, അതേസമയം തന്നെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും അത് ഗുണം ചെയ്യും. പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കം. സോൾഡാറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവലിന് കോഴിക്കോട് ടൗൺ ഹാൾ തുടക്കം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.